നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ പ്രേമം കൈവിട്ടുപോയോ? ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ. ന്യൂനപക്ഷങ്ങളെ അമിതമായി പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും അതിൻ്റെ ഫലമാണ് ഭൂരിപക്ഷ സമുദായത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകൾ UDF-നോടും കോൺഗ്രസിനോടും ഇടയാൻ കാരണമെന്നുമാണ് ഇപ്പോൾ ആ പാർട്ടിക്കും മുന്നണിക്കും ഉള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അയ്യപ്പ സംഗമം പൊളിഞ്ഞ് പാളീസായി പോകുമെന്നാണ് UDF-ഉം BJP-യും വിചാരിച്ചത്. പറയുന്ന പോലെ ആളൊന്നും അവിടെ എത്തിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ SNDP-യെയും NSS-നെയും ഒരേ വേദിയിൽ അണിനിരത്താൻ CPM-ന് കഴിഞ്ഞത് ചില്ലറ കാര്യമല്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത്. കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ന്യൂനപക്ഷ പ്രീണനം അല്പം അതിര് കടന്നുപോയി എന്ന് തന്നെയാണ് ഇപ്പോൾ ആ പാർട്ടിക്കും മുന്നണിക്കും ഉള്ളിലുള്ള സീരിയസ് ആയ ഗൗരവതരമായ ചർച്ചകളും സംസാരങ്ങളും. അതുകൊണ്ട് ഈ രണ്ട് സമുദായ സംഘടനകളെയും അനുനയിപ്പിക്കേണ്ടത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് അനുനയിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് സീനിയർ UDF നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അടൂർ പ്രകാശ് അടുത്ത ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിക്കുമെന്നും സുകുമാരൻ നായരെ ആര് സന്ദർശിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വടക്കൻ ജില്ലകളിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് മുസ്ലിം പ്രീണനം പരിധികളില്ലാതെ നടത്തിയെന്നാണ് SNDP-യും NSS-ഉം ആരോപിക്കുന്നത്. സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടെന്നും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം മതിയെന്നും പറഞ്ഞത് ഇത് മുൻനിർത്തിയായിരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാവ് VD സതീശന് ഈ രണ്ട് സമുദായ നേതാക്കളുമായും കാര്യമായ ബന്ധമില്ല എന്നതും വലിയ പ്രശ്നമാണ്. ബന്ധമില്ല എന്ന് മാത്രമല്ല, ഈ രണ്ട് സമുദായ നേതാക്കളും VD സതീശന് എതിരുമാണ്. കാരണം അദ്ദേഹം സമുദായ സംഘടനകളുമായി അല്പം അകലം പാലിക്കുന്നയാളാണ്. സമുദായ നേതാക്കളുടെ തോളിൽ കൈയിട്ട് നടക്കാറുമില്ല. ഏതായാലും ഇവ രണ്ടുപേരും മാത്രമല്ല, പാലാ ബിഷപ്പിനെതിരെയും VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നേരത്തെ ഉണ്ടായ പ്രസ്താവന ക്രൈസ്തവരെയും ഒന്ന് ചൊടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് സാമുദായിക ശക്തികളെ തങ്ങൾക്കൊപ്പം നിർത്താൻ സാമുദായ നേതാക്കളുമായി അടുത്ത് ബന്ധമുള്ള നേതാക്കളെ രംഗത്തിറക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തകൃതിയായി നടക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനം അതിര് കടക്കരുതെന്ന് എന്നുള്ള സന്ദേശം ഹൈക്കമാൻഡ് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ന്യൂനപക്ഷ പ്രീണനം അതിര് കടന്നാൽ മധ്യ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിനെ അത് ഗുരുതരമായി ബാധിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കോൺഗ്രസിന് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ പിന്നെ ഭരണത്തിൽ വരുന്നത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി വലിയ ന്യൂനപക്ഷ പ്രീണനമൊന്നും വേണ്ടെന്നും എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം ആവിഷ്കരിക്കണമെന്നും ഭൂരിപക്ഷ സമുദായങ്ങളുമായി അടുത്ത ബന്ധമുള്ള രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ കുറച്ചുകൂടി സജീവമായി ഇവരെയെല്ലാം UDF-ലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി കടന്ന ന്യൂനപക്ഷ പ്രീണനം വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അഭിപ്രായപ്പെടുന്നതെന്നാണ് ആ പാർട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.